സന്തോഷമാണോ സങ്കടമാണോ എന്ന് വരുന്നത് എനിക്കറിയത്തില്ല. ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ്. എൻ്റെ ജർമ്മൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിരുന്ന കുറേ നാളുണ്ട്. ഒരു 4-5 മാസത്തോളം കാലം ഞാൻ വീണ്ടും വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. കാരണം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കാരുടെയും ഓരോ ചോദ്യങ്ങൾ കാരണം. എന്താ മോളെ പരീക്ഷ എഴുതി കഴിഞ്ഞില്ലേ, എന്നാ ഇനി ജർമ്മനിലേക്ക് പോകുന്നത്, വീട്ടിൽ തന്നെ ഇരിക്കാനാണ് പ്ലാൻ, അങ്ങനെ പല പല ചോദ്യങ്ങൾ കേട്ട് ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് വീണ്ടും വെളിയിൽ പോലും ഇറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്വാസം കണ്ടെത്തുന്നത് അമ്പലത്തിൽ പോയിട്ടായിരുന്നു. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അമ്പലത്തിൽ പോകുന്ന കാര്യമാണ്. സീഗാസ് എല്ലാവർക്കും ഇതൊന്നും ഭയങ്കര വിശ്വാസമുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അമ്പലത്തിൽ പോവുക, അവിടുത്തെ കാമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുക, അവിടുന്ന് കിട്ടുന്ന ആ ഒരു എനർജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എൻ്റെ ഒരു ഫ്രണ്ട് ഈയിടയ്ക്ക് നാട്ടിൽ നിന്ന് ജർമ്മനിയിലോട്ട് വന്നായിരുന്നു. അന്നേരം ഞാൻ വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചൊരു കാര്യമാണ്, എനിക്ക് അമ്പലത്തിൽ നിന്ന് ചന്ദനം വേണം, അത് എൻ്റെ പേരിൽ അർച്ചന നടത്തിയിട്ട് അമ്പലത്തിൽ നിന്ന് ചന്ദനം എനിക്ക് അവൻ്റെ കൊടുത്തു വിടണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ സംഭവം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇതാണ്. ഞാനിതുവരെ തുറന്നൊന്നും നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് തുറന്നൊക്കെ ഞാൻ കുളിച്ച് നല്ല ശുദ്ധിയോടൊക്കെ ഇരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സായങ്ക രേവതി. എൻ്റെ നാളെ രേവതിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് പൂവൊന്നും കളയരുത്, അതുപോലെ തന്നെ വെക്കണമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇങ്ങനത്തുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. നമുക്ക് ഇവിടെയും അമ്പലങ്ങളും ഒക്കെ ഉണ്ട്, എന്നിരുന്നാലും നാട്ടിലെ പോലെ ആ ഒരു രസം എന്തായാലും നമുക്ക് ഇവിടെ എന്തായാലും കിട്ടത്തില്ല. ഞാൻ ഈ ജർമ്മനിയിൽ നിന്ന് നാട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ആദ്യം പോകാൻ ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്തുള്ള ശിവൻ്റെ അമ്പലമാണ്. മഹാദേവൻ്റെ അമ്പലത്തിലോട്ട് മഹാദേവനെ കാണാൻ പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എനിക്ക് ഒന്ന് കണ്ടോളാനും വയ്യ.